ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അത്താഴത്തിന് മുൻപ് ആൽബർട്ട് തഞ്ചത്തിൽ സ്റ്റാൻലിയെ സമീപിച്ചു. ലാലിച്ചായൻ്റെ കാറിനകത്ത് കുപ്പി വല്ലതും ഇരിപ്പുണ്ടോ? ടി വിയിലേക്ക് നോക്കി സോഫയിൽ ചാരിക്കിടക്കുന്ന സ്റ്റാൻലി മുഖം തിരിച്ച് അനുജനെ നോക്കി. ഇങ്ങനെയൊന്നും ഒരിക്കലും ചോദിച്ചിട്ടുള്ളവനല്ല. കാലിക്കുപ്പിയുണ്ട്, മതിയോ? സ്റ്റാൻലി തിരിച്ചു ചോദിച്ചു. മതി, ലാലിച്ചായൻ്റെ കാലിക്കുപ്പിയിലും എന്തെങ്കിലും കാണും. കാറിൻ്റെ ചാവി ഇങ്ങുതാ, ഞാൻ ഡിക്കിയൊന്ന് പരിശോധിക്കട്ടെ. സ്റ്റാൻലി ഒന്ന് സംശയിച്ച ശേഷം കാറിൻ്റെ കീ ചെയിൻ അനുജന്റെ നേർക്ക് നീട്ടി. ഒരു ബിഗ് ഷോപ്പറിൽ കുറച്ച് ജമൈക്കൻ റം ഇരിപ്പുണ്ട്, അത് മാത്രമേ എടുക്കാവൂ. ആൽബർട്ട് ഒന്നും മിണ്ടാതെ കീ ചെയിനും വാങ്ങി മുറ്റത്തേക്ക് ഇറങ്ങിപ്പോയി. തിരിച്ചു വന്നപ്പോൾ അയാളുടെ കയ്യിൽ റെമി മാർട്ടിൻ്റെ ഒരു ബോട്ടിലുണ്ടായിരുന്നു. നിന്നോട് ആര് പറഞ്ഞു അതെടുക്കാൻ? ലാലിച്ചാൻ മാത്രം കുടിച്ചാൽ മതിയോ? റെമി മാർട്ടിൻ വില കൂടിയ മദ്യമൊക്കെ ഞങ്ങൾ കുടിച്ചാലും തൊണ്ടയ്ക്ക് താഴോട്ടിറങ്ങും. മറ്റുള്ളവർക്ക് കൊടുക്കാനും നല്ലത് കൊടുത്തു പഠിക്കണം. ലാലിച്ചായൻ വേറെ ആർക്കുമല്ലല്ലോ, സ്വന്തം അനുജന്മാർക്കല്ലേ. സ്റ്റാൻലി ആശ്ചര്യത്തിൽ അനുജനെ നോക്കി. എവിടുന്ന് കിട്ടി തന്നോട് ഇത്ര കടന്നു സംസാരിക്കാനുള്ള ധൈര്യം? തൻ്റെ മകളെ 3-4 ദിവസം ഈ വീട്ടിൽ താമസിപ്പിച്ചതിൻ്റെ സ്വാതന്ത്ര്യമാണോ? അല്ലെങ്കിലും ലാലിച്ചായന് നാണമില്ലല്ലോ. ലാലിച്ചായൻ കുടിച്ചതിൻ്റെ ബാക്കി എടുത്ത് കുടിച്ചോളാൻ പറയാൻ. ഒരു റിട്ടയർഡ് കേണൽ പദവി അന്തസ്ത് കാണിക്കണം, ഔസേപ്പച്ചൻ പറഞ്ഞു. ആൽബർട്ട് കുപ്പിയുമായി അകത്തേക്ക് പോവുകയും ചെയ്തു. കുറെ കഴിഞ്ഞ് റോബോട്ട് വന്ന് സ്റ്റാൻലിയെ ടെറസിലേക്ക് ക്ഷണിച്ചു. ലാലിച്ചാൻ മുകളിലോട്ടൊന്ന് വന്നേ. ടെറസിൽ ഔസേപ്പച്ചനും ആൽബർട്ട് ഔതുക്കുട്ടിച്ചായനും ഉണ്ടായിരുന്നു. 5 കസേരകളും ഒരു ടീപ്പോയും ബൗളിൽ ഐസ് ക്യൂബുകളും സോഡയും വെള്ളവും ഗ്ലാസും ഒരു പ്ലേറ്റിൽ പൊരിച്ച കോഴിയുമായി റോബോട്ട് കയറി വന്നു. നല്ല ഉഗ്രൻ നാടൻ കോഴിയാ, പക്ഷേ പല്ലിന് വില കേണം കേട്ടോ. നാടൻ കോഴിക്ക് ഫൈബർ കൂടുതലാ, റോബോട്ട് പറഞ്ഞു. ഔസേപ്പച്ചൻ ഗ്ലാസുകളിലേക്ക് മദ്യം പകർന്നു. ആദ്യത്തെ പെഗ് ഔതുക്കുട്ടിച്ചായന് കൊടുത്തു. അയാൾ ഗ്ലാസ് കയ്യിലെടുത്തപ്പോൾ റോബോട്ട് ഓർമ്മിപ്പിച്ചു. പാറ്റുചാരാൻ പോലെ ഒറ്റ മൂന്നിന് തീർക്കല്ലേ അപ്പച്ച, രുചിച്ച് കഴിക്കേണ്ട സാധനമാ. എടാ, വായ്ക്ക് രുചി കിട്ടാൻ വേണ്ടി ആരെങ്കിലും കള്ളു കുടിക്കുമോ? തേൻ കുടിച്ചാൽ പോരെ? ഈ സാധനം വയറ്റിൽ ചെന്നാലല്ലേ നമുക്കൊരു സുഖം കിട്ടത്തുള്ളൂ. ഔതുക്കുട്ടിച്ചായൻ തൻ്റെ ഗ്ലാസ് ഒറ്റ വലിക്ക് കാലിയാക്കി. മറ്റുള്ളവർ കുറേശ്ശെ സിപ്പ് ചെയ്തു. ലാലിച്ചായൻ നാളെ എപ്പോഴാ പോണേ? ഔസേപ്പച്ചൻ ചോദിച്ചു. രാവിലെ. അലീനെ നാളെ തന്നെ കൊണ്ടുപോകണോ? അതെന്താ അങ്ങനൊരു ചോദ്യം? സ്റ്റാൻലി പുരികം വളഞ്ഞു. അവളെ ഞാൻ എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോയിക്കോളാം. കുറച്ച് ദിവസം അവിടെ നിൽക്കട്ടെ. പത്തനാപുരത്തോട്ട് ഇവിടുന്ന് വലിയ ദൂരമൊന്നുമില്ലല്ലോ. സ്റ്റാൻലി ഔസേപ്പച്ചൻ്റെ തുറച്ചു നോക്കി. ഔസേപ്പച്ചൻ്റെ അടുത്തോട്ട് അലീനയെ വിടുന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലോട്ടും വിടണം, ആൽബർട്ട് ഡിമാൻഡ് ചെയ്തു. എനിക്കാണെങ്കിൽ പെൺമക്കളില്ല. റോണിക്കും ശോഭിക്കും ഇപ്പോഴേ ഒരു ചേച്ചിയെ കിട്ടിയത്. നീയൊക്കെ അല്ലേടാ അവളെ കുളത്തുപുഴയിലെ വീട്ടിൽ പോലും താമസിപ്പിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് അപ്പച്ചനെ കുത്തിയിളക്കി വിട്ടത്? സ്റ്റാൻലി അമർഷത്തോടെ ചോദിച്ചു. ഞങ്ങൾ കാണാതെയും അറിയാതെയും വല്ലതും പറഞ്ഞെന്ന് വെച്ച് ലാലിച്ചായൻ അങ്ങനെ ചൂടാവല്ലേ. ഞങ്ങളുടെ സ്ഥാനത്ത് ലാലിച്ചായനാണെങ്കിലും അങ്ങനൊക്കെ തന്നെ പറയുമായിരുന്നുള്ളൂ, ആൽബർട്ട് വാദിച്ചു. ഈ വീട്ടിൽ വന്ന ശേഷം അവൾക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും സംഭവിച്ചില്ലല്ലോ. ഞാൻ കുളത്തൂപ്പുഴയിൽ നിന്ന് ഇവിടെ കൂട്ടിക്കൊണ്ടുവന്ന അലീന തന്നെയല്ലേ ഇപ്പോഴും. അല്ലെങ്കിലും ലാലിച്ചായൻ അലീനയുടെ കാര്യത്തിൽ ഇത്ര വലിയ പത്രാസ് കാണിക്കാനൊന്നുമില്ല. ലാലിച്ചൻ്റെ വർത്തമാനം കേട്ടാൽ തോന്നും അലീനയെ ഏതാണ്ട് വലിയ ത്യാഗം ചെയ്ത് കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ട് വന്നതാണെന്ന്. ലാലിച്ചായൻ്റെ നല്ല നേരത്ത് ആരാണ്ട് കൊണ്ടുവന്ന് ഏൽപ്പിച്ചിട്ട് പോയതല്ലേ? ഔസേപ്പച്ചൻ ചോദിച്ചു. സ്റ്റാൻലി അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. റോബോട്ട് വീണ്ടും ഗ്ലാസുകളിൽ മദ്യം പകർന്നു. ലാലിച്ചായൻ്റെ മോള് ഞങ്ങളോടൊരു ചോദ്യം ചോദിച്ചു, ഔസേപ്പച്ചൻ പറഞ്ഞു. അവളെ ആരാ അനാഥാലയത്തിൽ എത്തിച്ചതെന്ന്. അനാഥാലയത്തിൽ ജീവിച്ചത് അവളുടെ കുറ്റമാണോ എന്ന്. അങ്ങനെ ചോദിക്കാൻ എന്താ കാരണം? വെറുതെയൊന്നും അലീന അങ്ങനെ ചോദിക്കില്ല. സ്റ്റാൻലി നെറ്റി ചുളിച്ച് അനുജന്മാരെ നോക്കി. അത് എനിക്കൊരു തെറ്റ് പറ്റിയതാ, ഔസേപ്പച്ചൻ കുറ്റമേറ്റു. അവൾക്ക് ഈ വീട്ടിനുള്ളിൽ കാലുകുത്താനോ ഇവിടെ ഈ മേശമേലിരുന്ന് ഭക്ഷണം കഴിക്കാനോ യോഗ്യതയില്ലെന്ന് ഞാൻ പറഞ്ഞുപോയി. സ്റ്റാൻലിയുടെ നെറ്റി ചുളിഞ്ഞു. എൻ്റെ മോളുടെ മുഖത്ത് നോക്കി അങ്ങനെ പറഞ്ഞു. സ്റ്റാൻലി ക്ഷുഭിതനായി. ലാലിച്ചായൻ ഇനി അതിൻ്റെ പേരിൽ ദേഷ്യപ്പെടണ്ട. അടുക്കളയിൽ പോയി ഇരുന്ന് ഭക്ഷണം കഴിച്ച അവളെ ഞാൻ തന്നെ കയ്യെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് കൊണ്ടുവന്ന് ഊണുമേശയിൽ ഇരുത്തി. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് അതൊന്നുമല്ല. നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഒരു പെങ്കൊച്ചിനെ ആരാ അനാഥാലയത്തിൽ കൊണ്ടുചെന്ന് തള്ളിയത്? ഔസേപ്പച്ചൻ ചോദിച്ചു. അതെന്താ ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? അവൾ അനുഭവിച്ചതൊന്നും മായ്ച്ചു കളയാൻ പറ്റില്ലല്ലോ. ഓർക്കുമ്പോൾ കുറച്ച് ദണ്ണമുണ്ട്. 23 വർഷം ഒന്നൊക്കെ പറയുന്നത് ചില്ലറയാണോ? അത്രയും കാലം നമ്മുടെ അമ്മച്ചി അനാഥാലയത്തിൽ കിടന്ന പോലെ തോന്നുക. അതെല്ലാം കഴിഞ്ഞില്ലേ, വിട്ടുകളാം. എന്തിനാ വിട്ടുകളയുന്നേ? നമ്മുടെ കൊച്ചിനെ കൊണ്ടുപോയി ഓർഫനേജിൽ തള്ളിയവൻ ആരാണെന്നറിയണ്ടേ?
അങ്ങനെയൊരു കൊലച്ചതി ചെയ്തവനോട് ക്ഷമിക്കാൻ കൊള്ളാവൂ? അവനെ കണ്ടുപിടിക്കണ്ടേ? ഇനി ആരും അന്വേഷിക്കാൻ വേണ്ട, കണ്ടുപിടിക്കാൻ വേണ്ട. അവളെ ഉപദ്രവിക്കാതിരുന്നാൽ മതി. നമുക്കവളെ കല്യാണം കഴിപ്പിച്ച് വിടണം ലാലിച്ചായ. നല്ല 1-ാം ക്ലാസ് ചെറുക്കന്മാരെ കണ്ടുപിടിക്കുന്ന കാര്യം ഞങ്ങളേറ്റു. എന്ത് വേണമെന്ന് ലാലിച്ചായനും അലീനയും കൂടി സെലക്ട് ചെയ്താൽ മതി, ആൽബർട്ട് പറഞ്ഞു. നിങ്ങളുടെ ആരുടെയും സഹായമില്ലെങ്കിലും ഞാൻ അവളെ കല്യാണം ഭംഗിയായി നടത്തും, സ്റ്റാൻലി പറഞ്ഞു. ഇതാണ് ലാലിച്ചായൻ്റെ കുഴപ്പം. മറ്റുള്ളവർക്കൊന്നും യാതൊരു വിലയുമില്ല, റോബർട്ട് കുറ്റപ്പെടുത്തി. നീയൊക്കെ പറയുന്നത് മുഴുവൻ മുഖവിലക്കെടുത്താൽ ജീവിക്കാൻ പറ്റുമോ? ഒരു നേരം പറയും തള്ളിക്കളയണമെന്ന്, വേറൊരു നേരം പറയും 2 കൈ നീട്ടി സ്വീകരിക്കണമെന്ന്. വ്യക്തമായ ഒരു കാഴ്ചപ്പാടും തീരുമാനവും ഉണ്ടോ നിനക്കൊക്കെ? അങ്ങനെയാ ലാലിച്ചായ മനുഷ്യർ. തെറ്റുപറ്റും, തിരുത്തും, തീരുമാനം ഉറപ്പിക്കും, അഴിക്കും, വെറുക്കും, സ്നേഹിക്കും, ദുഃഖിക്കും, സന്തോഷിക്കും, ഇണങ്ങും, പിണങ്ങും. ചുമ്മാ പാറ പോലെ യാതൊരു ഇളക്കവും ഇല്ലാതിരുന്ന മനുഷ്യനാവത്തില്ല, ആൽബർട്ട് പറഞ്ഞു. ഞാൻ തർക്കത്തിന് വന്നതല്ല, നിർത്തി. സ്റ്റാൻലി തൻ്റെ ക്ലാസ് മാറ്റിവെച്ചു. അയാൾക്ക് മുഷിഞ്ഞു കഴിഞ്ഞിരുന്നു. അത്താഴം കഴിക്കാൻ സമയമായി എന്ന് ആൻസി താഴെ നിന്ന് വിളിച്ചു പറഞ്ഞു. മറ്റുള്ളവരോടൊപ്പം സ്റ്റാൻലിയും താഴെ ഇറങ്ങി. വീടിനുള്ളിൽ ഒരു ഉത്സവാന്തരീക്ഷമാണ്. സ്റ്റാൻലിക്ക് തോന്നി. കുട്ടികളുടെ ചിരിയും വിളിയൊച്ചയും ഓട്ടവും ചാട്ടവും ബഹളവും. അലീനയുടെ പേരും ചൊല്ലി ആരെല്ലാമോ വിളിക്കുന്നുണ്ട്. എല്ലായിടത്തും അവളുടെ സാന്നിധ്യമുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും അവളുടെ സഹായം ആവശ്യമുണ്ട്. ആ ഭവനത്തിനുള്ളിൽ ഏറ്റവും അധികം ഉച്ചരിക്കപ്പെടുന്ന പേര് തൻ്റെ മകളുടേതാണെന്ന് സ്റ്റാൻലിക്ക് മനസ്സിലായി. ഔസേപ്പച്ചനും ആൽബർട്ടും റോബർട്ടും അവരുടെ സ്വന്തം മക്കളോടെന്ന പോലെ അധികാരത്തിലും വാത്സല്യത്തിലുമാണ് അലീനയോട് പെരുമാറുന്നത്. അവരുടെ ഭാര്യമാർ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും അവളോട് അടുത്തിടപഴകുന്നു. വ്യാഴാഴ്ച താൻ അലീനെ ഈ വീട്ടിൽ വിട്ടിട്ട് പോകുമ്പോൾ ഇതൊന്നും ആയിരുന്നില്ല അവസ്ഥയെന്ന് സ്റ്റാൻലി ഓർത്തു. കഴിഞ്ഞ 4 ദിവസത്തിനിടയിൽ ഇവിടെ എന്ത് അത്ഭുതമാണ് സംഭവിച്ചതെന്ന് അയാൾക്ക് മനസ്സിലായില്ല. ഊണുമേശ വിഭവസമൃദ്ധമായിരുന്നു. അത്താഴത്തിനു ശേഷം സ്ത്രീകളും കുട്ടികളും അലീന കിടക്കുന്ന മുറിയിൽ ഒത്തുകൂടി. സ്റ്റാൻലി ചുരുട്ട് പുകച്ചുകൊണ്ട് മുറ്റത്തെ നിലാവത്തുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. പാദസരങ്ങളുടെ താളാത്മകമായ കിലുക്കവും പാട്ടും ചിരിയുമെല്ലാം ഒരു ജനാലയിലൂടെ പുറത്തേക്ക് കേൾക്കാമായിരുന്നു. അലീന ചേച്ചി പാട്ട് പാടണം. പാടാതെ പറ്റില്ല. കുട്ടികൾ ഒന്നടങ്കം ആവശ്യപ്പെട്ടത് കേട്ട് അകത്ത് പാട്ട് തുടങ്ങിയപ്പോൾ സ്റ്റാൻലി വീടിനുള്ളിലേക്ക് കയറി. സ്റ്റാൻലിക്ക് പാട്ടും സിനിമയും അത്ര പിടുത്തമല്ല. എങ്കിലും അലീനയാണ് പാടുന്നതെന്ന് അറിഞ്ഞപ്പോൾ അവളുടെ പാടുന്ന മുഖം കാണാൻ ഒരാഗ്രഹം. സ്റ്റാൻലി വാതിലിനിപ്പുറം നിന്ന് നോക്കി. നിലത്ത് വിരിച്ച ബെഡുകളിൽ കുട്ടികളോടൊപ്പം വത്സമയും ഷിജയും ആൻസിയും ഇരിക്കുന്നു. അലീന ചുമരിലേക്ക് ചാരിയാണിരിപ്പ്. അവളുടെ നീട്ടിവെച്ച കാലുകൾക്കുമേൽ തലവെച്ച് കിടക്കുകയാണ് ദിയമോളും ജോൺപോളും. അവളുടെ ഇടത്തും വലത്തും ദേഹത്തിന് ചാരിയിരിക്കുന്നു സാന്ദ്രയും ഷെറിനും. അനാഥ ശിശുക്കളെക്കുറിച്ചുള്ള ഒരു ഗാനമാണ് അവൾ ആലപിക്കുന്നത്. ഭൂമിയിലെ മനുഷ്യരുടെ സ്നേഹവും കാരുണ്യവും അളക്കുവാൻ സ്വർഗത്തിൽ നിന്ന് ദൈവം അയക്കുന്ന ദേവദൂതന്മാരാണ് അനാഥ ശിശുക്കളായി ജന്മമെടുക്കുന്നത്. അച്ഛനും അമ്മയുമില്ലാതെ ഭൂമിയിൽ ഒരു ശിശുവും പിറക്കുന്നില്ല. സ്വാർത്ഥരും ദുരഭിമാനികളുമായ അമ്മമാരും അച്ഛന്മാരും അവരെ ഉപേക്ഷിച്ച് കളയുന്നു. അനാഥരാകുന്ന കുഞ്ഞുങ്ങൾ മനുഷ്യരുടെ മുന്നിൽ മരുന്നിനും വസ്ത്രത്തിനും ഭക്ഷണത്തിനും കൈനീട്ടിക്കൊണ്ട് മനുഷ്യരുടെ സ്നേഹശൂന്യമായതും ദയാരഹിത്യവും ദൈവദൃഷ്ടിക്ക് മുന്നിൽ വെളിപ്പെടുത്തി കൊടുക്കുന്നു. ദൈവം അവരെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കി അവർ സ്വർഗത്തിലേക്ക് നിത്യാനന്ദത്തിലേക്ക് മടങ്ങിപ്പോകുന്നു. ഇതായിരുന്നു ഗാനത്തിൻ്റെ ഉള്ളടക്കം. അലീന പാടി നിർത്തിയപ്പോൾ ഷെറിൻ്റെ കവിളത്തുകൂടി ഒരു കണ്ണുനീർത്തുള്ളി ഒലിച്ചു വന്ന് അവളുടെ താടിക്ക് കീഴിൽ അപ്രത്യക്ഷമായി. അല്പനേരത്തേക്ക് ആ കവിളത്ത് നനഞ്ഞ ചാലിൻ്റെ തിളക്കം തങ്ങി നിന്നു. സ്റ്റാൻലി സാവധാനം പിന്തിരിഞ്ഞു. അയാൾക്ക് കിടക്കാനുള്ള മുറി ആൽബർട്ടും ആൻസിയും കൂടി നേരത്തെ തന്നെ ഒരുക്കിയിരുന്നു. കുട്ടികളുടെ കണ്ണിൽ മയക്കം കയറി തുടങ്ങിയതോടെ പരിപാടികൾ അവസാനിച്ചു. ഓരോരുത്തർ അവിടെ കിടന്ന് ഉറക്കമായി. വത്സമയും ഷിജയും കുറച്ച് സമയം കൂടി അലീനയോട് സംസാരിച്ചിരുന്നു. ആൻസി നേരത്തെ പോയി കിടന്നു. ദയമോളും ജോൺപോളിനെയും വത്സമയും ഷിജയും കൂടി എടുത്തു കൊണ്ടുപോയി ഷെറിനും അലീനയും മാത്രം ഉറങ്ങാത്തവരായി ശേഷിച്ചു. അലീന ഷെറിനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് അവളുടെ മുറിയിലേക്ക് കൊണ്ടുപോയി. അവളെ കിടക്കയിൽ ഇരുത്തിയിട്ട് അലീനയും ഒപ്പമിരുന്നു. അവളുടെ കൈത്തലം മടിയിലെടുത്ത് വെച്ച് തലോടി. ഞാൻ ആ പാട്ട് പാടിയപ്പോൾ റാണിയാൻറ്റി എന്തിനാ കരഞ്ഞത്? ഞാൻ കരഞ്ഞില്ല, ഷെറിൻ നിഷേധിച്ചു. കണ്ണീന്ന് കണ്ണീര് വന്നു. എനിക്കറിയില്ല. എനിക്കറിയാം, അലീന പറഞ്ഞു. റാണിയാൻറ്റിക്ക് ഒരു മോളെ ഉണ്ടായിരുന്നില്ലേ ഉള്ളോ? ഷെറിൻ്റെ നോട്ടം പിടഞ്ഞു. ഇല്ല, വീണ്ടും അവൾ നിഷേധിച്ചു. എന്നിട്ട് ഞാനിവിടെ വന്ന ദിവസം ഒരു മോളുടെ കാര്യം പറയുന്നത് കേട്ടല്ലോ. എൻ്റെ മോളെ എനിക്ക് വേണമെന്ന് വല്യപ്പച്ചനോട്. അത് ഓർമ്മത്തെറ്റുകൊണ്ട് പറയുന്നതാ. മരുന്ന് കഴിക്കാതിരിക്കുമ്പം ഇല്ലാത്തതും വേണ്ടാത്തതുമെല്ലാം ഉണ്ടെന്ന് എനിക്ക് തോന്നും.
അലീന അവളുടെ മുഖത്ത് സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരുന്നു. അവളുടെ കണ്ണുകളിൽ ഒരു തരം ശാഠ്യം ഉറഞ്ഞുകിടന്നു. എറണാകുളത്ത് തമ്മനം റെയിൽവേ ഗേറ്റിന് സമീപം താമസിക്കുന്ന മാമച്ചനങ്കിളിനെ റാണിയാൻറ്റിക്ക് അറിയാമോ? ഷെറിൻ മിഴികൾ താഴ്ത്തി നിമിഷങ്ങളോളം മിണ്ടാതിരുന്നു. ഗ്രേസമ്മ ആൻറ്റിയെ? ഇല്ലെന്ന് അവൾ തലവെട്ടിച്ചു. അവൾക്കൊരു മകനുണ്ടായിരുന്നു, ജിജോ. റാണിയാൻറ്റി അറിയോ? ശ്വാസം വിലങ്ങിയതുപോലെ ഷെറിൻ തൊണ്ടയിൽ നിന്നും ഒരു ശബ്ദം വന്നു. തുടക്കത്തിൽ നിഷേധപ്രകടനവും. ഷെറിൻ എന്നു പേരുള്ള ഒരു പെൺകുട്ടിയുമായി ജിജോമോൻ സ്നേഹത്തിലായിരുന്നു. അവർ തമ്മിലുള്ള വിവാഹം നടത്താൻ രണ്ട് വീട്ടുകാരും ചേർന്ന് ആലോചിച്ചു. പക്ഷേ അതിനിടയ്ക്ക് ജിജോ ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ മരിച്ചു. അലീന ഒരു നിമിഷം നിർത്തി. താൻ പിടിച്ചിരിക്കുന്ന ഷെറിൻ്റെ കൈ മുറുകുന്നത് അവൾ അറിഞ്ഞു. മൃഷ്ടികൾ ചുരുണ്ടു, മുഖമിരുണ്ടു, മുറുക്കൻ ശ്വാസം എടുക്കുന്നത് പോലെ തോന്നി. ഞാൻ ഈ പറഞ്ഞ ഷെറിൻ ആ സമയം ഗർഭിണിയായിരുന്നു. അലീന തുടർന്നു. പിന്നീട് 5 വർഷത്തോളം ആ പെൺകുട്ടിയെപ്പറ്റി എറണാകുളത്തെ മാമച്ചനങ്കിളിനോ ഗ്രേസ്മ ആൻറ്റിക്കോ ഒന്നും അറിയില്ല. എന്നാൽ കഴിഞ്ഞ വർഷം അവർക്ക് ചില വിവരങ്ങൾ കിട്ടി. അവരുടെ മകൻ്റെ കുഞ്ഞിനെ ഗർഭം ധരിച്ചിരുന്ന ഷെറിൻ വീട്ടുകാരുടെ എല്ലാ എതിർപ്പുകളെയും നേരിട്ടുകൊണ്ട് ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചു. അതിനെ ഏതോ ഓർഫനേജിന് ദാനം ചെയ്തു കൊടുത്ത് ഷെറിൻ്റെ വീട്ടുകാർ തൽക്കാലം അവരുടെ മാനം കാത്തു. എങ്കിലും വല്ലപ്പോഴും ഓർഫനേജിൽ ചെന്ന് ആ കുഞ്ഞിനെ ഒരു നോക്ക് കാണാനുള്ള അനുവാദം വീട്ടുകാർ ഷെറിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. 2 വർഷത്തിന് ശേഷം മൂവാറ്റുപുഴക്കാരനായ ടോണി എന്ന ചെറുപ്പക്കാരൻ ഷെറിനെ വിവാഹം കഴിച്ചു. അയാൾ അവളെ തൻ്റെ ജോലിസ്ഥലമായ കുവൈറ്റിലേക്ക് കൊണ്ടുപോയി. 1.5 വർഷത്തോളം അവർ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ജീവിച്ചു. ഇടയ്ക്ക് നാട്ടിൽ വന്നു ചേർന്ന ഷെറിൻ തൻ്റെ കുഞ്ഞിനെ കാണാൻ വേണ്ടി ഓർഫനേജിൽ ഓടിയെത്തി. പക്ഷെ അപ്പോഴേക്കും അതിനെ ആരോ ദത്തെടുത്തു കൊണ്ടുപോയി കഴിഞ്ഞിരുന്നെന്ന്. ആ കുഞ്ഞിനെ കാണാതായതിന് പിന്നിൽ എന്തൊക്കെയോ തിരിമറി നടന്നിട്ടുണ്ടെന്ന് സംശയിച്ച് ഷെറിൻ കുവൈറ്റിലേക്ക് മടങ്ങിപ്പോകാൻ മടിച്ചു. ഒടുവിൽ ഭർത്താവ് വന്ന് ഷെറിനെ കൂട്ടിക്കൊണ്ടുപോയി. തൻ്റെ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടോ, ആരെങ്കിലും അതിനെ അപായപ്പെടുത്തിയോ എന്നറിയാതെ ഷെറിന് ഊണും ഉറക്കവും നഷ്ടപ്പെട്ടു. ക്രമേണ അവളുടെ മനസ്സിൻ്റെ സമനില തെറ്റി. ഷെറിൻ്റെ മുഖത്ത് വരുന്ന ഭാവമാറ്റം അലീന ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവളുടെ ചെന്നിയിൽ ഞരമ്പുകൾ പിടിച്ച് കഴുത്തിലെ പേശികൾ വലിഞ്ഞു. അവൾ കുറേശ്ശെ കിതച്ചു തുടങ്ങി. ഷെറിൻ്റെ ഭർത്താവ് കുവൈറ്റിൽ നിന്നും അവളെയും കൊണ്ട് നാട്ടിലെത്തി. ഷെറിൻ്റെ വീട്ടുകാരോട് സത്യം പറയാൻ അയാൾ ആവശ്യപ്പെട്ടു. ഒടുവിൽ വീട്ടുകാർക്ക് എല്ലാം തുറന്നു പറയേണ്ടി വന്നു. തൻ്റെ ഭാര്യ വിവാഹത്തിന് മുമ്പ് ഒരു കുട്ടിയെ പ്രസവിച്ചവളാണെന്നറിഞ്ഞ് തകർന്നു പോയ ആ മനുഷ്യൻ പിന്നീട് ഒരിക്കലും ഷെറിനെ കാണാൻ വന്നില്ല. ആദ്യം സ്നേഹിച്ച പുരുഷനെ നഷ്ടപ്പെട്ട്, അവൻ നൽകിയ കുഞ്ഞിനെ നഷ്ടപ്പെട്ട്, പിന്നീട് ഭർത്താവിനെ നഷ്ടപ്പെട്ട്, ഒടുവിൽ സ്വന്തം ജീവിതം നഷ്ടപ്പെട്ട് ആ ഷെറിൻ ഇന്ന് ഒരു തടവുകാരിയെപ്പോലെ ആർക്കും വേണ്ടാതെ ജീവിക്കുന്നു. അലീന മറ്റാരുടെയോ കഥ പറയുന്ന പോലെ പറഞ്ഞു നിർത്തി. ഇല്ല, ഷെറിൻ ചീറി. ഇല്ല, ആര് പറഞ്ഞു നിന്നോട് ഈ കള്ളക്കഥ? അവൾ പെട്ടെന്ന് അക്രമാസക്തയായി അലീനയുടെ ഇരു തോളിലും പിടിച്ചുലച്ചു. ആര് പറഞ്ഞു? ആരാണ് നീ? അവൾ അലീനയുടെ മുടി പിടിച്ചു വലിച്ചു. കഴുത്തിൽ ഞെക്കിപ്പിടിച്ച് അവളുടെ മുഖമിട്ടുലച്ചു. അലീന മെല്ലെ അവളുടെ പുറത്തുകൂടി കൈ ചുറ്റി ഷെറിനെ ആശ്ലേഷിച്ചു. ഷെറിൻ കുതറി മാറാൻ ശ്രമിച്ചു. സാരമില്ല, സാരമില്ല. അലീന അവളെ ആശ്വസിപ്പിച്ചു. ഞാൻ പറഞ്ഞത് വേറൊരു ഷെറിൻ്റെ കഥയാ കേട്ടോ. വേറൊരു പാവം പെണ്ണിൻ്റെ കഥ. എല്ലാം നഷ്ടപ്പെട്ട ഒരമ്മയുടെ കഥ. ഒടുവിൽ ഷെറിൻ ഒരു കുഞ്ഞിനെ പോലെ അലീനയുടെ കരവേലത്തിനുള്ളിൽ ഒതുങ്ങി. അവളുടെ ഉടൽ വിറകൊള്ളുന്നുണ്ടായിരുന്നു. അലീന അവളെ ഒന്നുകൂടി തൻ്റെ ദേഹത്ത് അമർത്തിപ്പിടിച്ചു. അവളുടെ മുഖം തോളത്തേക്ക് അണച്ച് ചുമലിലും മുടിയിലും തഴുകി. പതിയെ പതിയെ ഷെറിൻ്റെ കിതപ്പടങ്ങി. ദേഹം തണുത്തു തുടങ്ങി. അലീന അവളെ കിടക്കയിലേക്ക് കിടത്തി. അവളുടെ മുഖത്ത് ചിതറിയ മുടിയൊതുക്കി. ഷെറിൻ വാടിത്തളർന്നതുപോലെ കിടന്നു. അവൾ അലീനയുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു. അലീന മുഖം കുനിച്ച് അവളുടെ നെറുകയിൽ ചുംബിച്ചു. വിഷമിക്കേണ്ട കേട്ടോ, ആരുമില്ലെന്ന് വിചാരിക്കാൻ വേണ്ട. ഞാനുണ്ട് കൂട്ടിന്, എല്ലാം ശരിയാകും. ഷെറിൻ്റെ കണ്ണിൽ കാണാനെ കണ്ണുനീർ വന്നു. നിറഞ്ഞ് ചെന്നികളിലൂടെ ഇരുവശത്തേക്കും ഒഴുകി. പ്രഭാതം. സ്റ്റാൻലി രാവിലെ കുളുത്തൂപ്പുഴയ്ക്ക് പുറപ്പെടാൻ തയ്യാറായി കഴിഞ്ഞു. അലീന വരാൻ വേണ്ടി സിറ്റൗട്ടിൽ കാത്തു നിൽക്കുകയാണ്. അലീനയും ഒരുങ്ങി. ഇന്നലെ തിമിർപ്പൊന്നും ഇന്ന് വീട്ടിലില്ല. കുട്ടികൾ അങ്ങിങ്ങ് ചുമരും ചാരി ഉദാസീനരായി നിൽക്കുന്നു. അവരെയെല്ലാം സ്നേഹത്തിൻ്റെ ചരടിൽ കോർത്ത് ഒരു പൂമാല പോലെ കഴുത്തിലിട്ടുകൊണ്ട് നടക്കുന്ന അലീന ചേച്ചി മടങ്ങിപ്പോവാണ്. യാത്ര പറച്ചിലാണ് വേദനാഭരിതം എന്ന് അലീനയ്ക്കും മനസ്സിലായി. ഞാൻ പോയാലും ഇനിയും വരില്ലേ? നമ്മൾ ഇനിയും കാണും, ഇതുപോലെ കൂട്ടുകൂടും. പിന്നെന്താ പ്രശ്നം? അലീന ജോസൂട്ടിയെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. അവൻ നഖം കടിച്ചുകൊണ്ട് വിഷാദമഗ്നനായി നിന്നു. നിങ്ങൾക്കും കുളുത്തുപുഴയ്ക്ക് വരാലോ, അത്ര വലിയ ദൂരമൊന്നുമില്ലല്ലോ, അലീന റോണിയോടും ഷോബിയോടുമായി പറഞ്ഞു. ഞങ്ങൾക്ക് പേടിയാ അലീന ചേച്ചിയുടെ പപ്പയെ.
പപ്പ തോക്കെടുത്ത് വെടിവെക്കാതെ ഞങ്ങൾ നോക്കിക്കൊള്ളാം, ധൈര്യമായിട്ട് വന്നു. അലീന ചേച്ചി ചിരിച്ചു. ഞങ്ങളുടെ വീട്ടിലോട്ട് വരാൻ പറഞ്ഞിട്ട് അലീന ചേച്ചി വന്നില്ലല്ലോ, സാന്ദ്ര വല്ലായ്മയോടെ പറഞ്ഞു. അലീന ചേച്ചി കുളത്തൂപ്പുഴ ചെല്ലുമ്പോഴേക്കും ഞങ്ങളെയെല്ലാം മറക്കും. ഞാൻ മറക്കാനോ? അവളുടെ തോളത്ത് പിടിച്ച അലീന വികാരവായ്പോടെ പറഞ്ഞു. ഈ ലോകത്ത് എനിക്ക് ആരുമില്ലല്ലോ എന്നോർത്ത് കുട്ടിക്കാലത്തൊക്കെ ഞാൻ ഒന്നുമാത്രം വിഷമിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയുമോ? ഇപ്പം എനിക്ക് എത്ര പേരെയാ ആങ്ങളമാരായിട്ടും അനുജത്തിമാരായിട്ടും കിട്ടിയത്. ഇല്ലാതിരിക്കുന്നിട്ട് കിട്ടുമ്പോഴേ അതിൻ്റെ വിലയറിയാൻ പറ്റൂ. ആരെ ഞാൻ മറക്കില്ല കേട്ടോ, ഒരിക്കലും. പിന്നീട് വത്സമയോടും ഷിജിയോടും അലീന യാത്ര പറഞ്ഞു. അതിനുശേഷം ആൽബർട്ടിനോടും ഔസേപ്പച്ചനോടും അവരും മടങ്ങിപ്പോകാൻ ഒരുങ്ങുകയാണ്. വീടും പൂട്ടിയിറങ്ങിയിട്ട് ദിവസം 3 ഇനി വീട്ടിൽ ചെന്നിട്ട് പിള്ളേർക്കിന്ന് സ്കൂളിൽ പോകേണ്ടതാ. നീ ഇനി എന്നാ വരുന്നേ? ഔസേപ്പച്ചൻ ചോദിച്ചു. അറിയില്ല, വരുമ്പോൾ പത്തനാപുരത്തിന് വരണം, അല്ലെങ്കിൽ വേണ്ട, ഞാൻ അവിടെ വന്ന് നിന്നെ കൂട്ടിക്കൊണ്ടു പോന്നോളാം. ഇല്ലെങ്കിൽ ലാലിച്ചായി നിന്നെ വിടത്തില്ല. എനിക്കാണെങ്കിൽ ഒരു കടം ബാക്കി കിടക്കുന്നു. എന്താ കടമോ അങ്കിളെ? നിന്നോട് ഞാനന്ന് പറഞ്ഞു പോയില്ലേ, വീട്ടിൽ കയറ്റാനുള്ള യോഗ്യതയില്ലാന്നൊക്കെ. ഇനി ഞാൻ തന്നെ നേരിട്ട് വന്ന് നിന്നെ വീട്ടിലോട്ട് ക്ഷണിച്ചുകൊണ്ട് പോയിട്ട് വേണ്ടേ ആ കടം വീട്ടാൻ? ഔസേപ്പച്ചൻ വീർപ്പടക്കി. നിനക്ക് എന്നോട് കെറിവൊന്നുമില്ലല്ലോ മോളെ? ഇല്ല, അലീന കണ്ണുനീർ തൂവി. ഇല്ലെന്നറിയാം, എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ചോദിച്ചതാ. ഔസേപ്പച്ചൻ മന്ദഹസിച്ചു. ആൻസി അടുക്കളയിലായിരുന്നു. അലീന അവിടെയും ചെന്ന് യാത്ര പറഞ്ഞു. ഈ ചായ കുടിച്ചിട്ട് പോ. ആൻസി അവളെ പിടിച്ചു നിർത്തി ചായ ആറ്റിക്കൊടുത്തു. ദിയമോൾക്കും റെനിക്കുട്ടനും ഭയങ്കര സങ്കടം നീ പോകുന്നെന്ന് കേട്ടപ്പം. നീ ഇനി വരുമോ? ആൻറ്റി എന്താ ഈ പറയുന്നേ? എൻ്റെയും കൂടി ഈ തറവാടല്ലേ ഇത്? അവൾ ആൻസിയുടെ വീർത്ത വയറിൽ കൈത്തലം ചേർത്തു. കുഞ്ഞുവാമയുണ്ടാകുമ്പോൾ ഞാനും കൂടി വരണ്ടേ ഇവിടെ? ആൻസിയും അങ്ങനെ ആശിച്ചുപോയി. നീ വന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അമ്മയൊന്നും ശരിയാവത്തില്ലെന്നേ. നോക്കിയും കണ്ടും ഒന്നും ചെയ്യാൻ അറിയത്തില്ല. പിള്ളേരെ നോക്കാനും അമ്മയ്ക്കറിയാൻ മേല. നിന്നെയൊക്കെ പിന്നെ ആരാടി വളർത്തിയത്? കേട്ടു നിന്ന മറിയക്കുട്ടി നീരസപ്പെട്ടു. ഓ, വളർത്തിയ കാര്യമൊന്നും പറയണ്ട. ഞങ്ങളൊക്കെ തന്നെത്താൻ വളർന്നതല്ലേ. 3 നേരം വെച്ചുണ്ടാക്കി തിന്നാൻ തരും, അത്ര തന്നെ. വീട്ടിലെ പണിക്കാർക്കും അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ പോയി കഴിഞ്ഞിട്ട് മതി നിങ്ങൾ അമ്മയും മോളും കൂടിയുള്ള തർക്കം. പോയിക്കോട്ടെ ആൻറ്റി. നീ വന്ന ദിവസം ഞാൻ ഏതാണ്ട് കുത്തുവാക്കൊക്കെ പറഞ്ഞായിരുന്നു. അതൊന്നും നീ മനസ്സിൽ വെച്ചോണ്ടിരിക്കല്ലേ. ആൻസി അവളുടെ നേരെ കരം ഗ്രഹിച്ചു. എനിക്കിത്തിരി വിഷമമൊക്കെ ഉണ്ടായിരുന്നു, ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷെ ആൻറ്റിയുടെ മക്കൾ ഒരുപാട് ഉമ്മയൊക്കെ തന്ന് അതെല്ലാം മായ്ച്ചു കളഞ്ഞു. അലീന മന്ത്രിച്ചു. അത് കുടിച്ചാൻ അങ്ങോട്ട് വന്നു. ലാലിച്ചൻ നിന്നെ വിളിക്കുന്നു. വല്യപ്പച്ചനെ റെഡിയായി കഴിഞ്ഞോ? നമ്മൾ ഒന്നിച്ചല്ലേ വന്നത്, ഒന്നിച്ച് തന്നെ തിരിച്ചു പോയേക്കാം. ഞാനിപ്പം വരാമേ. അലീന ഷെറിൻ്റെ മുറിയിലേക്ക് ഓടി. അവൾ കാലുകൾ താഴേക്ക് തൂക്കിയിട്ട് ഇരു കൈയിലും കട്ടിലിൽ ഊന്നി നിലത്തേക്ക് നോക്കി ഇരിപ്പുണ്ട്. അലീന അരികെ ചെന്ന് അവളുടെ മുഖം മെല്ലെ പിടിച്ചുയർത്തി. ഞാൻ പോയിട്ട് വരാം കേട്ടോ. അലീന അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. ഷെറിൻ പ്രതീക്ഷയോടെ അവളെ നോക്കിക്കൊണ്ടിരുന്നു. എല്ലാം ശരിയാകും, ഞാനല്ലേ പറയുന്നേ. എവിടെയുണ്ടെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം കേട്ടോ. അലീന ഓടി സിറ്റൗട്ടിലെത്തിക്കുമ്പോഴേക്കും സ്റ്റാൻലി കാറിൽ കയറി കഴിഞ്ഞു. കുട്ടികളെല്ലാം സിറ്റൗട്ടിലുണ്ട്. അവൾ കുനിഞ്ഞ് ദിയമോൾക്ക് ഉമ്മ നൽകി. ഇനിയും വരുമെന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിച്ചു. ജോൺ പോൾ അലീനയ്ക്ക് പിടികൊടുത്തില്ല. അവൻ രാവിലെ മുതൽ അവളോട് പിണങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അവനെ എടുക്കാനും ഉമ്മ കൊടുക്കാനും ശ്രമിച്ചപ്പോൾ അവൻ ചിണുങ്ങിക്കൊണ്ട് അവളെ തള്ളി മാറ്റി. അലീനയും ഔതക്കുട്ടിച്ചായനും ചെന്ന് കാറിൽ കയറി. സ്റ്റാൻലി മുറ്റത്തിട്ട് കാർ തിരിച്ചു. അതിനിടയിൽ അയാൾ സിറ്റൗട്ടിലേക്ക് കണ്ണോടിച്ചു. എല്ലാവരുമുണ്ട് സിറ്റൗട്ടിൽ. ഔസേപ്പച്ചനും ഭാര്യയും മക്കളും, പിന്നെ മറിയക്കുട്ടിയും. എല്ലാവരും പിന്നിൽ വാതിക്കൽ ഷെറിൻ വന്ന് നോക്കി നിൽക്കുന്നതും അയാൾ കണ്ടു. സ്റ്റാൻലിക്ക് എന്തെന്നില്ലാത്ത ആശ്ചര്യം തോന്നി. അയാൾ എത്രയോ തവണ തറവാട്ടിൽ വന്ന് മടങ്ങിപ്പോയിരിക്കുന്നു. യാത്ര അയക്കാൻ ഒരാളും ഇറങ്ങി വരാറില്ല. ഔതക്കുട്ടിച്ചാൻ മാത്രം വന്ന് ഒന്ന് തല കാണിച്ചെങ്കിലായി. എന്നാൽ ഇതിപ്പോഴെല്ലാവരും അലീനയെ യാത്രയക്കാൻ വേണ്ടി വന്നു നിൽക്കുകയാണ്. അവർ അവളുടെ നേർക്ക് കൈവീശുന്നു. അവൾ തിരിച്ചു. സ്റ്റാൻലി കാർ മുൻപോട്ടെടുത്തു. അത് മെല്ലെ ഓടി റബ്ബർ തോട്ടം കടന്ന് പ്രധാന നിരത്തിലേക്ക് ഇറങ്ങി. ഞാൻ ഇന്നലെ എത്തിയിട്ട് നീ എൻ്റെ അടുത്തേക്ക് വന്നില്ല, എന്നോട് സംസാരിച്ചില്ല. സ്റ്റാൻലി അലീനയെ കുറ്റപ്പെടുത്തി. അവൾ അതിശയത്തോടെ അയാളെ നോക്കി. പപ്പ പരാതി പറയുന്നു. ഞാൻ എപ്പോഴും പപ്പയുടെ കൂടെയല്ലേ, പിന്നെന്താ? ഇനി നിന്നെ എങ്ങോട്ടും വിടുന്നില്ല. ചെന്നു ചേരുന്നിടത്ത് പറ്റി കൂടിക്കൊള്ളും. അത് കേട്ട് അലീന മന്ദഹസിച്ചു. 8:30 മണിയോടെ അവർ കുളത്തുപുഴ എത്തി. 4 ദിവസം യജമാനനെ കാണാത്ത വിഷാദം പൂണ്ടിരുന്ന നായ്ക്കൾ സ്റ്റാൻലിയുടെയും അലീനയുടെയും നേർക്ക് കുതിച്ചു ചാടിയും വാലാട്ടിയും കയ്യിലും കാലിലും നക്കിയും പുനഃസമാഗമനത്തിൻ്റെ ആഹ്ലാദം പ്രകടിപ്പിച്ചു.
ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് അലീന പെട്ടെന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. അത് കഴിച്ച ശേഷം സ്റ്റാൻലി ജീപ്പിൽ കയറി തോട്ടത്തിലേക്ക് പോയി. അലീന വീട്ടമ്മയുടെ വേഷമണിഞ്ഞ് ഉച്ചഭക്ഷണം ഉണ്ടാക്കാനുള്ള ഡ്യൂട്ടിയിലേക്ക് കടന്നു. 12 മണിക്ക് തൊട്ടു മുൻപ് അപ്രതീക്ഷിതമായി ഒരു അതിഥി കൂടി വന്നെത്തി. കാറിൻ്റെ ശബ്ദം കേട്ട് അലീന ചെന്ന് ജനലിലൂടെ നോക്കി. മുറ്റത്ത് നിർത്തിയിട്ട കാറിൽ നിന്നും ബാലചന്ദ്രമേനോൻ ഇറങ്ങുന്നത് കണ്ട് അവൾ അത്ഭുതസ്തബ്ധയായി.